എല്ലാവർക്കും ശിങ്കാൻമയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. അപ്പം ഇന്നുണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ്ഗ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ അധികം മസാലകളൊന്നും ചേർക്കാതെ നല്ല നാടൻ രീതിയിൽ നമ്മുടെ വീട്ടിലൊക്കെ തയ്യാറാക്കി എടുക്കില്ലേ, അതേ സ്റ്റൈലിലാണ് ട്ടോ നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. മാത്രമല്ല റൈസൊന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നല്ല എന്താ പറയുക ഇങ്ങനെ വേർതിരിച്ച് കണ്ടാവും, നമുക്ക് ഇടുമ്പോൾ തന്നെ അറിയാം ഓരോ റൈസും വളരെ സെപ്പറേറ്റ് ആയിട്ടാണല്ലോ കിട്ടുന്നത്. അതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ബിരിയാണി കഴിക്കണം എന്ന് ആഗ്രഹം വരുമ്പോൾ ഈ ഒരു രീതിയിലുള്ള ബിരിയാണി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതേ ആദ്യം തന്നെ നമുക്ക് മുട്ട ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ബോയിലായിട്ടുള്ള വെള്ളത്തിലേക്ക് നമ്മൾ ഒരു 3 മുട്ട ഒന്ന് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ റൈസ്, അതായത് നമ്മൾ ജീരകശാല റൈസാണ് എടുത്തുള്ളത്. അപ്പോൾ ഒരു 2 കപ്പ്, അതായത് 250 ml കപ്പിൽ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതേപോലെ നമുക്ക് നല്ലൊരു വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ അതേ കുറച്ച് സവാള, അതായത് ഒരു സവാള മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കിസ്മിസും അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഉരുകി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ, ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് അതിൻ്റെ ഒരു കളറൊക്കെ ഒരു എല്ലാവർക്കും അറിയാം, ഒരു ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ അതൊന്ന് എടുത്തു മാറ്റാം. അപ്പോൾ ഈ ഒരു പരുവത്തിലൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതും നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ സവാള, അപ്പോൾ സവാള ഇപ്പോൾ ഇടുമ്പോൾ ഒന്ന് ഞെരടിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ വേഗം തന്നെ. പിന്നെ അതും കൂടി ഇട്ടിട്ട് ഇതിനും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം ഫ്രൈ ചെയ്ത ഐറ്റംസും ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയുണ്ടല്ലോ നമുക്ക് റൈസ് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ ബാക്കി സവാളയൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഓയിലും കൂടി അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ സ്പൈസസ്, അതായത് ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വരും. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചത്, അതൊരു ടീസ്പൂൺ മതി കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ റൈസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ആ റൈസും പിടിക്കത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കളറും ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരും. അങ്ങനെ ഒന്ന് മാറി വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതായത് ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള രീതിയിൽ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് റെഡി ആവുന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 80-90% നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ളൂ. ബാക്കി ഇനി നമുക്ക് ദമ്മിടുമ്പോൾ അതിൽ കിടന്നിട്ട് ഈ റൈസ് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി ഈ റൈസിലേക്ക് ഉണ്ടല്ലോ നമ്മൾ ദമ്മ് ചെയ്യുമ്പോൾ ഒഴിച്ച് കൊടുക്കാനായിട്ട് കുറച്ച് പാലിലേക്ക് നമ്മൾ കുങ്കുമപ്പൂവാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇനി കുങ്കുമപ്പൂവ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതി. ഇപ്പം ഞാനിവിടെ കുങ്കുമപ്പൂ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടി ബെസ്റ്റ് തന്നെയാണ്. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ്സ് നമുക്ക് അരിഞ്ഞെടുക്കാനുണ്ട്. അപ്പോൾ കുറച്ച് ചെറുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഒരു സവാളയും 2 തക്കാളി. അപ്പോൾ ഇതൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ ഒരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ ഒരു സവാള നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അരിഞ്ഞത് ഒന്നും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. അപ്പോൾ അത് വഴണ്ടി വരാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന മെയിൻ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിനുശേഷം നമ്മളിത് ആ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഇതിനെ നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ ഇനി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഉള്ളി എപ്പോഴും നല്ല രീതിയിൽ തന്നെ വഴണ്ടി വന്നാലാണ് എല്ലാ കറിക്കും ടേസ്റ്റ് കൂടുക. അപ്പോൾ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ അതേ നമ്മുടെ ഉള്ളിയും സവാളയൊക്കെ നന്നായിട്ട് തന്നെ വഴണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളായിട്ടുള്ള ആദ്യം തന്നെ മുളക് പൊടി. അപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തുള്ളത്. പിന്നെ അതേ മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അപ്പോൾ വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതിയിട്ട്. അതിന് ശേഷം ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മല്ലിയും അതുപോലെ തന്നെ മുളകൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരണം. അതേ രീതിയിലാണ് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് തക്കാളി 2 ഉണ്ടായിരുന്നില്ല, അത് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ആ തക്കാളിയുടെ പ്യൂരി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ആ തക്കാളിയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ നല്ല ചൂട് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഒരു കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് ഒഴിച്ച് കൊടുത്താൽ മതിയിട്ട്. അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിനൊന്ന് അടച്ചു വെച്ചിട്ടാണ് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി ഇതേ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് വളരെ കുറച്ച് മുളക് പൊടി, അതായത് കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, അതുപോലെ തന്നെ വളരെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ചും കൂടി ഒന്ന് നെയ്യ് കുറച്ചും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്കുണ്ടല്ലോ നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എഗ്ഗ് ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ആ എഗ്ഗും ഈ മസാലയൊക്കെ കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങനെ അതേ ഗ്രേവിയൊക്കെ നന്നായിട്ട് വെന്തൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ വളരെ കുറച്ച് പുതിന ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മല്ലിയില പുതിന ഇലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന്. അതിന് ശേഷം നമ്മളിത് നേരത്തെ ഇതാക്കി വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഞാനിതിലേക്ക് 2 ടീസ്പൂൺ കേട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി. നമ്മൾ ഓൾറെഡി ടൊമാറ്റോ പുളി ഉള്ളത് കൊണ്ട് തന്നെ അധികം പുളി വേണ്ട. അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് ഇതും കൂടി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടി അതിനൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനിയാണ് നമ്മൾ ദമ്മ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ബിരിയാണി മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒനിയൻ ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ കിസ്മിസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി അണ്ടിപ്പരിപ്പ്. അപ്പോൾ ഈ എല്ലാ ഫ്രൈഡ് ഐറ്റംസും ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഉണ്ടല്ലോ കുറച്ച് പുതിനയിലയും മല്ലിയിലയൊക്കെ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി അതിന് മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഉണ്ടല്ലോ ലാസ്റ്റ് നമ്മൾ നേരത്തെ പാലിൽ കുങ്കുമപ്പൂട്ട് മിക്സ് ചെയ്തതുണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഒഴിച്ച് ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ മെയിനായിട്ടുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഉണ്ടല്ലോ ദമ്മിടാനായിട്ട് ഒരു പഴയ ദോശച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ദമ്മ് ഇടാൻ വേണ്ടിയിട്ട് ഇതും കൂടി വയ്ക്കുക. എന്നിട്ട് ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് വളരെ ലോ ഫ്ലെയിമിൽ നമ്മൾക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ തുറന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ എല്ലാ ഇൻഗ്രീഡിയൻറ്റും അതുമ്പോൾ പിടിച്ച് നല്ല ഭംഗിയിലാണ് കേട്ടോ നമ്മുടെ റൈസ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്കതൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നോക്കിയാൽ കണ്ട, വാവ്, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ റൈസ് നമ്മളൊന്ന് ഇങ്ങനെ ഇട്ട് നോക്കുകയാണ് താഴേക്കിട്ട്. അപ്പോൾ നോക്കിയേ അത് ഇങ്ങനെ കണ്ടില്ലേ, ഓരോ റൈസും വളരെ സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് റെഡിയായി വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പി എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.